ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. സ്ലീഹ നോമ്പ് 12-ാം ദിവസ ധ്യാനം. വിശ്വാസത്തിലെ സ്ഥിരത. അവസാനത്തോളം സഹിച്ചു നിൽക്കുന്നവൻ രക്ഷിക്കപ്പെടും. വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 24-ാം അധ്യായം 13-ാം വാക്യം. പ്രിയ ദൈവമക്കളെ, കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഏവർക്കും സ്നേഹപൂർവം സ്വാഗതം. സ്ലീഹ നോമ്പിൻ്റെ 12-ാം ദിവസത്തിലേക്ക് ദൈവം നമ്മെ നടത്തിക്കൊണ്ടുവന്നിരിക്കുന്നു. ഇന്നത്തെ ധ്യാന വിഷയം നമ്മുടെ വിശ്വാസ യാത്രയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സത്യമാണ്, വിശ്വാസത്തിലെ സ്ഥിരത. യേശുതമ്പുരാൻ വ്യക്തമായി പറയുന്നു, അവസാനം വരെ സഹിച്ചു നിൽക്കുന്നവൻ രക്ഷിക്കപ്പെടും. കർത്താവ് പറഞ്ഞത് വിശ്വാസം ആരംഭിക്കുന്നവൻ രക്ഷിക്കപ്പെടുമെന്നല്ല, അവസാനത്തോളം സഹിച്ചു നിൽക്കുന്നവൻ രക്ഷിക്കപ്പെടും. അവസാനത്തോളം വിശ്വസ്തനായി നിൽക്കുമ്പോഴാണ് രക്ഷ പ്രാപിക്കുന്നത്. ഇന്ന് നമുക്ക് 3 കാര്യങ്ങൾ നമ്മുടെ ഈ ധ്യാനവാക്യത്തിലൂടെ നമുക്ക് ധ്യാനിക്കാം. ഒന്നാമതായി, പരീക്ഷണങ്ങളിൽ ക്ഷമ. രണ്ടാമത്, പ്രാർത്ഥനയിലുള്ള സ്ഥിരത. മൂന്നാമത്, പ്രത്യാശയുടെ ജീവിതം. ഒന്നാമതായി, പരീക്ഷണങ്ങളിൽ ക്ഷമ. പരീക്ഷണങ്ങൾ വിശ്വാസത്തിൻ്റെ ഭാഗമാണ്. പ്രിയ സഹോദരങ്ങളെ, ജീവിതത്തിൽ പ്രശ്നങ്ങൾ വരുമ്പോൾ നാം ചോദിക്കും, ദൈവമേ, എന്തുകൊണ്ട് എനിക്കിത് സംഭവിച്ചു? നമുക്ക് അങ്ങനെയാണ്. എന്നാൽ വിശുദ്ധ വചനം നമ്മെ പഠിപ്പിക്കുന്നത്, പരീക്ഷണങ്ങൾ ദൈവം നമ്മെ ഉപേക്ഷിച്ചതിൻ്റെ അടയാളമല്ല, മറിച്ച് അത് നമ്മുടെ വിശ്വാസം ശുദ്ധീകരിക്കപ്പെടുന്ന സമയമാണ്. പ്രിയ ദൈവമക്കളെ, സ്വർണം തീയിൽ ശുദ്ധീകരിക്കുന്നത് പോലെ വിശ്വാസിയും പരീക്ഷണങ്ങളിലൂടെ കൂടുതൽ കൂടുതൽ കഠിനമുള്ള ഒരു ശക്തനായി മാറുന്നു വിശ്വാസത്തിൽ. സ്ലീഹന്മാരുടെ ജീവിതം നോക്കൂ. അവർക്ക് പീഡനങ്ങൾ ഉണ്ടായി, അവരെ തടവിലാക്കി, അവരെ അടിച്ചു, അവരെ അപമാനിച്ചു. എന്നിട്ടും അവർ ക്രിസ്തുവിനെ കൈവിട്ടില്ല. കാരണം അവരുടെ വിശ്വാസം സാഹചര്യങ്ങളിലല്ല, അവരുടെ വിശ്വാസം യേശു തമ്പുരാനിലായിരുന്നു. ഹല്ലേലൂയ. ഇന്ന് പലരും ഉടൻ തന്നെ ഉത്തരങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു ആധുനിക ലോകത്തിലാണ് നാം ഒക്കെ ഇന്നായിരിക്കുന്നത്. ഉടനെ തന്നെ രോഗശാന്തി, ഉടനെ തന്നെ ജോലി, ഉടനെ തന്നെ അനുഗ്രഹം. പക്ഷേ ദൈവത്തിൻ്റെ സമയം പലപ്പോഴും നമ്മുടെ സമയത്തിൽ നിന്ന് വളരെ വ്യത്യസ്തമാണ്. പ്രിയ ദൈവമക്കളെ, അബ്രഹാം വർഷങ്ങളോളം കാത്തിരുന്നു. യോസെഫ് ജയിലിൽ വർഷങ്ങൾ ചിലവഴിച്ചു. ദാവീദ് രാജാവാകുവാൻ വർഷങ്ങൾ കാത്തിരുന്നു. എന്നാൽ അവർ ക്ഷമ നഷ്ടപ്പെടുത്തിയില്ല. പ്രിയ സഹോദരങ്ങളെ, ഇന്ന് നിങ്ങൾ ഒരു പരീക്ഷണത്തിലൂടെയാണോ കടന്നു പോകുന്നത്? നിങ്ങൾ നിരാശപ്പെടരുത്. ദൈവം ഇപ്പോഴും നിങ്ങൾക്കായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു. കാത്തിരിക്കുന്ന സമയം പോലും ദൈവത്തിൻ്റെ പദ്ധതിയുടെ ഭാഗമാണ്. പ്രാർത്ഥനയിലുള്ള സ്ഥിരത. പ്രാർത്ഥന ഒരു ദിവസത്തെ ഒരു വികാരമല്ല, അതൊരു ജീവിത ശൈലിയാണ്. ഉത്തരം ലഭിക്കാത്തപ്പോൾ പോലും നാം പ്രാർത്ഥിക്കുക. കണ്ണുനീരോടെ പോലും നാം പ്രാർത്ഥിക്കുക. മനസ്സു തളർന്നാലും നാം പ്രാർത്ഥിക്കുക. കാരണം പ്രാർത്ഥന ആദ്യം സാഹചര്യങ്ങളെ അല്ല, നമ്മെയാണ് അത് മാറ്റുന്നത്. യേശു തന്നെ പലപ്പോഴും ഏകാന്തതയിലേക്ക് മാറി പ്രാർത്ഥിച്ചിരുന്നു. അങ്ങനെയെങ്കിൽ നമുക്ക് എത്രയധികം പ്രാർത്ഥന ആവശ്യമുണ്ട്. പ്രാർത്ഥിക്കുന്ന മനുഷ്യൻ ഒരിക്കലും ഒറ്റയ്ക്കല്ല, ദൈവം അവനോടൊപ്പമുണ്ട്. പ്രിയ ദൈവം, പ്രത്യാശ നഷ്ടപ്പെടുത്തരുത്. സാത്താന്റെ ഏറ്റവും വലിയ ആയുധം നിരാശയാണ്. ദൈവത്തിൻ്റെ ഏറ്റവും വലിയ ദാനം പ്രത്യാശയാണ്. ഇന്ന് ജീവിതത്തിൽ എത്ര വലിയ പ്രശ്നങ്ങളുണ്ടെങ്കിലും ഓർക്കുക, നിങ്ങളുടെ കഥ ഇതോടെ അവസാനിച്ചിട്ടില്ല. കുരിശിന് ശേഷം ഉയർപ്പുണ്ടായിരുന്നു, ഇരുളിന് ശേഷം പ്രഭാതം വരും. ദൈവം പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു. പ്രിയ ദൈവം, അതായിരുന്നു സ്ലീഹന്മാരുടെ സ്ഥിരത.
സ്ലീഹന്മാർ സുവിശേഷം പ്രസംഗിച്ചതിനാൽ അവർക്ക് പ്രശംസ ലഭിച്ചില്ല, മറിച്ച് അവർക്ക് പീഡനങ്ങളാണ് ലഭിച്ചത്. എന്നാൽ അവർ പറഞ്ഞു, ദൈവത്തെ അനുസരിക്കുന്നതാണ് മനുഷ്യരെ അനുസരിക്കുന്നതിലും നല്ലത്. അവരുടെ വിശ്വാസം സാഹചര്യങ്ങൾ മാറ്റിയില്ല, അവർ ലോകത്തെ മാറ്റി. ഇന്ന് സഭ നിലനിൽക്കുന്നത് അവരുടെ സ്ഥിരത കൊണ്ടാണ്. ഇന്നത്തെ വിശ്വാസികളായ നമുക്ക് ഓരോരുത്തർക്കുമുള്ള ഒരു ദൈവിക വിളിയാണ്. നമ്മുടെ കുടുംബത്തിൽ, നമ്മുടെ ജോലിസ്ഥലത്ത്, നമ്മുടെ സമൂഹത്തിൽ വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുവാൻ ദൈവം നമ്മെ വിളിക്കുന്നു. മറ്റുള്ളവർ എന്തു പറഞ്ഞാലും, ലോകം എങ്ങോട്ട് പോയാലും ക്രിസ്തുവിനോട് വിശ്വസ്തരായി തുടരുക. അതുതന്നെയാണ് യഥാർത്ഥ വിജയം. നമുക്ക് ഒരു ആത്മപരിശോധന നടത്താം. ഞാൻ ചെറിയ പരീക്ഷണങ്ങൾ വരുമ്പോൾ ദൈവത്തിൽ നിന്ന് അകലുന്നുണ്ടോ? നാം ഒന്ന് ചിന്തിച്ചു നോക്കുക. പ്രാർത്ഥനയിൽ നാം ഒക്കെ സ്ഥിരതയുള്ളവരാണോ? എൻ്റെ പ്രത്യാശ ദൈവത്തിലാണോ അതോ സാഹചര്യങ്ങളിലാണോ? ഇന്ന് ക്രിസ്തുവിന് വേണ്ടി ഉറച്ചു നിൽക്കുവാൻ ഞാൻ തയ്യാറാണോ? നമ്മോട് തന്നെ ഒന്ന് ചോദിച്ച് അതിൻ്റെ ഉത്തരം നാം തന്നെ കണ്ടെത്തുക. ഇന്നത്തെ ലോകം വിശ്വാസം ആരംഭിക്കുന്ന ആളുകളേക്കാൾ വിശ്വാസത്തിൽ അവസാനം വരെ ഉറച്ചു നിൽക്കുന്ന ആളുകളെയാണ് അന്വേഷിക്കുന്നത്. ഇന്ന് നമുക്ക് ഒരു തീരുമാനമെടുക്കാം. സന്തോഷത്തിലായാലും ദുഃഖത്തിലായാലും വിജയത്തിലായാലും പരാജയത്തിലായാലും ആരോഗ്യത്തിലായാലും രോഗത്തിലായാലും ഞാൻ ക്രിസ്തുവിനെ കൈവിടുകയില്ല. കാരണം അവസാനത്തോളം സഹിച്ചു നിൽക്കുന്നവൻ രക്ഷിക്കപ്പെടും. ഹല്ലേലൂയ. പ്രിയ ദൈവമക്കളെ, നമ്മുടെ കണ്ണുകൾ അടച്ച് ഒരു നിമിഷം നമുക്ക് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവാം ദൈവമേ, പരീക്ഷണങ്ങൾക്കിടയിലും വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുവാൻ ഞങ്ങൾക്ക് കൃപ നൽകണമേ. പ്രാർത്ഥനയിൽ മടുപ്പില്ലാതെ ജീവിക്കുവാൻ ഞങ്ങൾക്ക് അവിടുന്ന് ശക്തി നൽകണമേ. നിരാശയുടെ നിമിഷങ്ങളിൽ പ്രത്യാശ നഷ്ടപ്പെടാതിരിക്കുവാൻ അടിയങ്ങളെ ഓരോരുത്തരെയും സഹായിക്കണമേ. ഞങ്ങളുടെ ജീവിതം അങ്ങയോടുള്ള വിശ്വസ്തതയുടെ സാക്ഷ്യമാകട്ടെ. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കൃപയോടെ കേൾക്കണം പിതാവേ. ആമേൻ. സ്തോത്രം. ഹല്ലേലൂയ.